പ്രാർത്ഥിക്കുന്നവൻ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ചെന്ന് ശൂശനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമേറിയൊരു തിരുവചന ഭാഗമാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിൽ മൊർദെഖായി എന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനെ, ഒരു യഹൂദനായ മനുഷ്യനെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തി കാണിക്കുന്നു. ഈ പുസ്തകത്തിൽ നമുക്കറിയാൻ കഴിയാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ഹാമാൻ എന്ന വ്യക്തിയെ വണങ്ങാത്തത് നിമിത്തം മൊർദെഖായിയെ നശിപ്പിച്ച് കളയാൻ, മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്ത് കളയാൻ ഒരുക്കുന്ന ചില പ്ലാനുകളും പദ്ധതികളെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. ഹാമാൻ്റെ ആഗ്രഹം എല്ലായ്പ്പോഴും ഹാമാൻ കയറി ചെല്ലുമ്പോൾ പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായി അവനെ കുമ്പിട്ട് നമസ്കരിക്കണമെന്നായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, സ്തുതിക്കുന്ന മൊർദെഖായിയെ സംബന്ധിച്ച് ഹാമാനെ വണങ്ങാനോ കുമ്പിടുവാനോ അവൻ തയ്യാറല്ലായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ യഹൂദന്മാരുടെ ഒന്നടങ്കം നാശം കാണുവാൻ അവൻ കൂട്ടം കൂടി ആലോചിച്ച് പലരെയും അവൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയാണ്, അവൻ്റെ മൊർദെഖായിയുടെ നാശം കാണുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്തൊരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നാൾ ഉപവസിച്ചിട്ടും, ഇത്രയും ദൈവസന്നിധിയിൽ അടുത്തിരുന്നിട്ടും ജീവിതത്തിൽ വേദനയും കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടുകളുമല്ല മറ്റൊന്നും എൻ്റെ ലൈഫിനകത്തോ ജീവിതത്തിനകത്തോ കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞിട്ട് മറുപടി ലഭിക്കുന്നത് കണ്ണുനീര് മാത്രമാണ്. ഇവിടെ വായിക്കുവാൻ കഴിയുന്നത് മൊർദെഖായി അവനെ വണങ്ങാത്തത് കൊണ്ട്, ഹാമാനെ വണങ്ങാത്തത് കൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ പ്ലാനുകളും പദ്ധതികളും ഒരുക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളയാൻ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ തച്ചുടച്ച് കളയുവാൻ ശത്രുവായവൻ പലരെയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ, താങ്കൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവസന്നിധിയിൽ ഉപവസിച്ച് കരയുന്ന ഒരു വ്യക്തിയാണോ, താങ്കളെ തകർക്കാതെ വണ്ണം, താങ്കൾ നശിച്ചു പോകാതെ വണ്ണം കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം താങ്കളോട് കൂടെ കാണും. പ്രൈസ് ഗോഡ്. മൊർദെഖായി വണങ്ങാത്തത് കൊണ്ട് ഹാമാൻ ചിന്തിച്ചത് മൊർദെഖായിയെ മാത്രമല്ല, യഹൂദ കുലത്തെ മുഴുവനും നശിപ്പിച്ച് കളയുക എന്നുള്ള വലിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. എന്നാൽ ആ പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും മൊർദെഖായിക്ക് അനുകൂലമായത് ദൈവം ചെയ്യുന്നില്ല. ആ പദ്ധതി നടപ്പിലാക്കുവാനായി കഴുമരമൊരുക്കുമ്പോഴും വലിയ സന്തോഷത്തോടെയാണ് ഹാമാൻ കഴുമരമൊരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്നത് നമുക്കെതിരെ പലരും പലതും പറയുമ്പോൾ, പലതും ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി കുഴി കുഴിച്ച് നമ്മെ അതിനകത്ത് തള്ളിയിടാൻ നോക്കുമ്പോൾ, നമ്മെ വല്ലാതെ വേദനയ്ക്കകത്തേക്ക് തള്ളിവിടുമ്പോൾ നാം ഓർക്കും, കർത്താവേ, അങ്ങിത് കാണുന്നില്ലേ, അങ്ങിത് അറിയുന്നില്ലേ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. എന്നതുപോലെ തന്നെ കഴുമരമൊരുക്കുമ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ദൈവം മൗനമായിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ചിലരെ നോക്കി ഒരു ദൂത് കൈമാറാനുണ്ട്. ചില സമയങ്ങളിൽ ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ മൗനമായിട്ടിരിക്കുന്നെങ്കിൽ, ദൈവം പ്രതികരിക്കാതിരിക്കുന്നെങ്കിൽ, അതിഭയാനകമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ അത് ഫൈനൽ സ്റ്റേജിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. മൊർദെഖായി ചിന്തിക്കുക, കഴുമരമൊരുക്കുമ്പോൾ ദൈവമേ അങ്ങിത് കാണുന്നില്ലേ,
ഹാമാൻ ചിരിയോടുകൂടെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ എനിക്ക് വേണ്ടി കഴുമരങ്ങളെ ഒരുക്കുകയാണല്ലോ. ദൈവം മിണ്ടാതെയിരിക്കുന്നു, ദൈവം പ്രതികരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ചില തീരുമാനങ്ങളുണ്ട്. ഉപവസിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ചില തീരുമാനങ്ങളുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോക്കോ. താങ്കളുടെ കുടുംബത്തിനകത്ത്, തലമുറയുടെ വിഷയത്തിനകത്ത്, താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് താങ്കളെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരം നമ്മുടെ മേൽ ചലിക്കുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടെ നാം മുൻപോട്ട് പോകുവാനിടയായി തീരണം. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ കഴുമരം ഒരുക്കി തീരുന്നതുവരെ ദൈവം മൗനമായിട്ടിരിക്കുന്നു. എന്നാൽ കഴുമരത്തിൻ്റെ പണി കഴിയുമ്പോൾ രാജാവ് ചോദിക്കുന്ന ചോദ്യമാണ്, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന മനുഷ്യന് എന്തൊക്കെ കൊടുക്കണം? പ്രൈസ് ദി ലോർഡ്. അതേ, ആ സ്തോത്ര ഫൈനൽ സ്റ്റേജിലാ പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയിട്ടുള്ള ദൈവിക പദ്ധതികളും ദൈവിക പ്ലാനുകളും എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്നത്. ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിയിട്ട് പ്രാർത്ഥിക്കുന്നവനെ ആദരിച്ച്, പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തി ദൈവത്തിൻ്റെ പദ്ധതികൾ അവൻ്റെ മേൽ വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കാണുന്നില്ല എന്ന് പറയുമ്പോഴും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയും പദ്ധതികളും ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കുന്നവനെ നശിപ്പിക്കാൻ അനുവദിക്കാത്തൊരു ദൈവത്തിൻ്റെ കരമുണ്ട്.